നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് തൊഴിൽ വൈവിധ്യങ്ങൾ. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധതരം തൊഴിലുകൾ ഏതൊക്കെയാണ്? അതുകൂടാതെ പ്രതിഫലം, വരുമാനം, വരുമാന സ്രോതസ്സുകൾ, വ്യക്തി വരുമാനം, കുടുംബ വരുമാനം, കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും സ്വയം തൊഴിൽ എന്നിവയൊക്കെക്കുറിച്ചാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. NV കൃഷ്ണവാര്യരുടെ പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ എന്ന കവിതയോടുകൂടിയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. വരുമാനത്തിനു വേണ്ടി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവൃത്തിയാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിലെന്ന് പറയുന്നത്. ഇതിൽ കൂലിയും ശമ്പളവും എന്താണെന്ന് നോക്കാം. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെടുന്നത്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ എന്ന് നോക്കാം. നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ വരുമാനം പല തൊഴിലുകളിലൂടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ആസ്തികൾ എന്ന് പറഞ്ഞാൽ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളാണ് കൃഷി, മറ്റ് തൊഴിലുകൾ, ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ആസ്തികൾ, ഓഹരി നിക്ഷേപങ്ങൾ. കൃഷിയിൽ നിന്ന് വിളയുടെ രൂപത്തിലാണ് വരുമാനം ലഭിക്കുന്നത്. തൊഴിലിൽ നിന്ന് കൂലിയുടെയോ ശമ്പളത്തിൻ്റെയോ രൂപത്തിൽ വരുമാനം ലഭിക്കുന്നു. ബിസിനസ്സിൽ നിന്നാകുമ്പോൾ ലാഭവും ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശയും ലഭിക്കുന്നു. ആസ്തികളിൽ നിന്ന് വാടകയോ പാട്ടമോ ലഭിക്കുന്നു. ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നാണെങ്കിൽ ലാഭവിഹിതം ലഭിക്കുന്നു. പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളും അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവുമാണ് ഇതൊക്കെ. ഇനി നമുക്ക് എന്താണ് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. എന്നാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും തൊഴിലുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്: കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും. എന്താണ് കാർഷിക തൊഴിലുകൾ? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും
നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയാണ് കാർഷിക തൊഴിലുകൾ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. കാർഷിക തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യോൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നതും കന്നുകാലി വളർത്തുന്നതും മത്സ്യകൃഷിയും കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി എന്താണ് കാർഷികേതര തൊഴിലുകൾ? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. ഉദാഹരണത്തിന് വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ എന്നിവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ ഇവയാണ് കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങൾ. എന്താണ് സ്വയം തൊഴിൽ? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ. സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പദ്ധതികൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് നവജീവൻ പദ്ധതി. മുതിർന്ന പൗരർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത്. 50 വയസ്സിനും 65 വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരരാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ. മുതിർന്ന പൗരർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. 50 വയസ്സിനും 65 വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. രണ്ടാമത്തെ പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ. 2016 ഈ പദ്ധതി ആരംഭിച്ചത്. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു. കൈവല്യ ഭിന്നശേഷിക്കാർക്കായുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ്. 2016 ഈ പദ്ധതി ആരംഭിച്ചത്. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ളവരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അടുത്തതാണ് ശരണ്യ. സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ. വിവാഹമോചനം നേടിയ വനിതകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, തൊഴിൽ രഹിതരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ്യ. പട്ടിക വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, തൊഴിൽ രഹിതരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതി കൂടി നമുക്ക് നോക്കാം. ജീവനം. അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ, കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവിവാഹിതരായ മകൻ അല്ലെങ്കിൽ മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവനം. അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ, കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവിവാഹിതരായ മകൻ അല്ലെങ്കിൽ മകൾ എന്നിവർക്ക്
സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവനം. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് കാണാം.